ഹായ് കൂട്ടുകാരെ, ഞാനാണ് നിങ്ങളുടെ ടുട്ടുമുയൽ. ഇന്ന് നമുക്ക് എൻ്റെ കുറച്ച് കഥകൾ കേട്ടാലോ. ഭാഗം 1. ടുട്ടുവിൻ്റെ കൈത്താങ്ങ്. കൂട്ടുകാരെ, ഇതാണ് എൻ്റെ മന്ദാരക്കാട്. എന്തൊരു ഭംഗിയാണല്ലേ എൻ്റെ മന്ദാരക്കാടിന്. ഒരു ദിവസം ഞാൻ കാട്ടിലൂടെ നടക്കുകയായിരുന്നു. അപ്പോൾ ദൂരെ എവിടുന്നോ ഒരു ശബ്ദം കേട്ടു. അയ്യോ, എനിക്ക് വയ്യേ. എന്തൊരു ഭാരമാണിതിന്. എനിക്ക് താങ്ങാനാവുന്നില്ല. എന്നെ ആരെങ്കിലും സഹായിക്കണേ. കൂട്ടുകാരെ, ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരാൾ വലിയൊരു ചാക്കുമായി വരികയാണ്. എന്തു പറ്റി? എന്തിനാ ഇത്രയും ഭാരം ചുമക്കുന്നത്? ഇങ്ങി തരൂ, ഞാൻ സഹായിക്കാം. ഓ, ആശ്വാസമായി. എന്താ മോന്റെ പേര്? എന്റെ പേര് ടുട്ടു. ഒരുപാട് നന്ദിയുണ്ട് മോനെ. സാരമില്ല, അങ്ങേക്ക് എന്ത് സഹായത്തിനും എന്നെ വിളിക്കാം. ടുട്ടു, നീ ഒരു നല്ലവനാ. നിനക്ക് നല്ലതേ വരൂ. ഇപ്പോൾ അങ്ങയുടെ ക്ഷീണം മാറിയോ? അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. ടുട്ടു, ഒരുപാട് നന്ദി. ഈ വഴി ഇനി പോകുമ്പോൾ വീട്ടിലേക്ക് വരാൻ മറക്കരുതേ. അതിനെന്താ, ഇനിയും വരാമല്ലോ. ടാറ്റാ. കൂട്ടുകാരെ, കഥ ഇഷ്ടമായോ? ഗുണപാഠം: സഹായിക്കാൻ ശക്തിയല്ല, നല്ല മനസ്സാണ് വേണ്ടത്. ഹായ് കൂട്ടുകാരെ, ഇനി നമുക്ക് മറ്റൊരു കഥ കേട്ടാലോ. ഭാഗം 2. കാണാതെ പോയ പെൺകുട്ടി. കൂട്ടുകാരെ, ഒരു ദിവസം ഞാൻ രാവിലെ പാർക്കിലൂടെ നടക്കുകയായിരുന്നു. ഞാൻ നോക്കുമ്പോൾ ഒരു പെൺകുട്ടി നിന്ന് കരയുകയാണ്. അവൾ പേടിച്ച് അമ്മേ അമ്മേ എന്ന് വിളിക്കുന്നുണ്ട്. ഞാൻ അടുത്ത് ചെന്ന് ചോദിച്ചു, എന്താ മോളെ കരയുന്നത്? കരയണ്ട, ഞാൻ സഹായിക്കാം. പറയൂ മോളെ, എന്തിനാ നീ കരഞ്ഞത്? എന്റെ അച്ഛനെയും അമ്മയും കാണുന്നില്ല. വിഷമിക്കണ്ട, നമുക്ക് അച്ഛനെയും അമ്മയും കണ്ടുപിടിക്കാം. അവരെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഉറപ്പാണോ? പറ്റും. നമുക്ക് ശരിക്കും നോക്കാം. അവരെ ഞാൻ അവസാനം കണ്ടത് ആ ഭാഗത്തായാണ്. ആണോ? എങ്കിൽ വരൂ, നമുക്ക് നോക്കാം. എന്റെ മോളെ, എവിടെയായിരുന്നു നീ? ടുട്ടു ആണെന്നെ രക്ഷിച്ചതമ്മ. ഒരുപാട് നന്ദിയുണ്ട് ടുട്ടു. പോയിട്ട് വരാം ഞാൻ. സന്തോഷമായിരിക്കണേ മോളെ. ടാറ്റാ. കൂട്ടുകാരെ, എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ കഥ? ഗുണപാഠം: ഒപ്പം നിൽക്കുന്ന ഹൃദയം, അതാണ് ഏറ്റവും വലിയ സഹായം. കൂട്ടുകാരെ, എന്റെ കഥകൾ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ടാറ്റാ.